മുംബൈയിൽ ഇന്ത്യ മുന്നണിയുടെയും NDAയുടെയും ശക്തിപ്രകടന റാലികൾ അല്പസമയത്തിനുള്ളിൽ. ഇന്ത്യ മുന്നണിയുടെ റാലിക്കായി അരവിന്ദ് കെജ്രിവാൾ മുംബൈ വിമാനത്താവളത്തിലെത്തി. ബാന്ദ്ര കുർള കോംപ്ലക്സിന് ഗ്രൗണ്ടിലാണ് ഇന്ത്യ മുന്നണിയുടെ റാലി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA റാലി ദാദറിലെ ശിവാജി പാർക്കിലാണ്. ബാന്ദ്ര കുർള കോംപ്ലക്സിന് ഗ്രൗണ്ടിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, എപ്പോഴാണ് ഇരു മുന്നണികളുടെയും റാലി? വേണു, ഇന്ത്യ മുന്നണിയുടെ റാലി ഏതാണ്ട് 5 മണിയോടെ എന്നതാണ് അവർ നേരത്തെ നൽകിയ വിവരം. പോസ്റ്ററുകളിലും മറ്റും ആ സമയമാണ് കണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ ഈ ഗ്രൗണ്ടിലുള്ള സ്റ്റേജ്, അതിൻ്റെ നിർമ്മാണ ജോലികളൊക്കെ തന്നെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്നതായാണ് കാണുന്നത്. ആളുകൾ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. വലിയൊരു ആൾക്കൂട്ടം ഈ സമയത്ത് ഇവിടെ ഇല്ല. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഈ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം വിമാനത്താവളത്തിൽ ഇറങ്ങി. വലിയൊരു സ്വീകരണം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനായതിനു ശേഷം ഇന്ത്യ മുന്നണിയുടെ ഒരു വലിയൊരു റാലി അത് മുംബൈയിൽ നടക്കുന്നു. അതിൽ പങ്കെടുക്കാൻ എത്തുന്നതോടുകൂടി തന്നെ വലിയൊരു പ്രാധാന്യം അതിനുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും അവിടെ നിൽക്കുന്നു. അതോടൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, ശിവസേനയിൽ നിന്ന് ഉദ്ധവ് താക്കറെ അടക്കമുള്ള നേതാക്കൾ, NCPയിൽ നിന്ന് ശരത് പവാർ വിഭാഗത്തിൽ നിന്ന് ശരത് പവാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി പ്രകടനത്തിനുള്ള വേദിയായി ഇത് മാറുകയാണ്. നമുക്കറിയാം, തിങ്കളാഴ്ച മുംബൈയിലെ 6 മണ്ഡലങ്ങൾ അടക്കം 13 മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിൽ വോട്ടിങ്ങിനായി പോകുന്നത്. അതിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് മുംബൈയിൽ. പ്രധാനമായും ശിവസേനയുടെ ഒരു പിളർപ്പ്, NCPയുടെ ഒരു പിളർപ്പ്, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്താണ്, അതിൻ്റെ ഒരു ഭാവി എന്താണ് എന്ന് തീരുമാനിക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണ് മുംബൈയിൽ അടക്കം ഉള്ളത്. അതുകൊണ്ട് ഇവിടെ വിജയിക്കുക മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനവുമാണ്. ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇങ്ങനെ നടക്കുന്നെങ്കിൽ ഇപ്പോൾ ദാദറിൽ NDAയുടെ യോഗത്തിനുള്ള റാലിക്കുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ്. ഒരല്പം വൈകിയാണ് ആ റാലി തുടങ്ങുക. മോദി എത്തേണ്ടതുണ്ട്. അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളുമായി ബന്ധപ്പെട്ട് തിരക്കിലാണ്. അത് പൂർത്തിയാവുന്നതോടെ മുംബൈയിലേക്ക് എത്തും. അതിനുശേഷം മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ റാലി. ആ റാലിയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് MNSന്റെ നേതാവ് രാജ് താക്കറെയുടെ സാന്നിധ്യമാണ്. രാജ് താക്കറെ നമുക്കറിയാം, ഉദ്ധവിനെ പോലെ തന്നെ താക്കറെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്. ആ ഒരു ലെഗസി അദ്ദേഹത്തിനുണ്ട്. പക്ഷേ സമീപകാലത്ത് ആ ലെഗസി അദ്ദേഹത്തിന് കാര്യമായി പ്രയോജനം ചെയ്യപ്പെടാത്തൊരു കാഴ്ചയാണ് കാണുന്നത്. പക്ഷേ ഒരു തിരിച്ചുവരവിന് അദ്ദേഹം ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ വിട്ടുമാറിയപ്പോൾ മുംബൈയിൽ ഉണ്ടാകാൻ പോകുന്ന വോട്ട് ചോർച്ച, അതിനെ എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ BJPക്ക് ഉദിച്ച ഒരു ആശയമാണ് MNSനൊപ്പം കൂട്ടുക എന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ആദ്യമായി നരേന്ദ്രമോദിക്ക് ഒപ്പം രാജ് താക്കറെ വേദി പങ്കിടാൻ പോകുന്നു എന്നതുകൊണ്ട് ആ റാലി കൂടി വളരെ ശ്രദ്ധേയമായി മാറുകയാണ്. ഏതായാലും ഇരു റാലികളും കഴിഞ്ഞ് നാളെ കൊട്ടിക്കലാശത്തിലേക്ക് മുംബൈയിലെ 6 മണ്ഡലങ്ങൾ പോവുകയാണ്. പിന്നീട് നിശബ്ദ പ്രചാരണം. ഏതായാലും നാളെ രാവിലെയും ഇരു മുന്നണികളുടെയും വാർത്താ സമ്മേളനങ്ങൾ വിവിധയിടങ്ങളിലായി വിളിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങളുമായി മുംബൈയിൽ നിന്നും ചേർന്നത്.